നല്ല ആനടം ആളുകളുണ്ട്. ഒന്നും സീന അടിയെന്ന് പറഞ്ഞതാ. അപകട സാധ്യത ഇല്ലാന്ന് ഞാൻ പറയില്ല. നമ്മൾ ഇവിടുന്ന് കിട്ടില്ല ഒരു ഓഫ് റോഡ് ചെയ്യാനോ പോണോട്ടോ. ഞാൻ ടാർ ചെയ്ത് കോൺക്രീറ്റ് ചെയ്തെന്ന് ദൈവത്തിന് അറിയാം. ഇപ്പോൾ ഞാൻ നിൽക്കണ വീടിൻ്റെ അവിടെ നിന്ന് ആകെ കുറച്ച് ദൂരമുള്ളൂ ഈ പറഞ്ഞ സ്ഥലത്തേക്ക്. ഇവിടുന്ന് പോണത് നേരെ ജല്ലിപ്പാറ ഭാഗത്തേക്കുള്ള ഒരു വഴിയിലേക്ക് പോണത്. നമുക്ക് നോക്കി നോക്കട്ടെ. അത് ഭയാനകം പിടിച്ച വഴിയാണല്ലോ. അവിടെയാണ് നമ്മൾ അന്ന് നിന്നത്. അതിൻ്റെ അപ്പുറത്ത് വെള്ളച്ചാട്ടം. ഓക്കെ, ഇവിടെ നല്ല ഇവിടെ താഴ്ച കുറവായിരിക്കും. ആ ഭാഗത്ത് നല്ല താഴ്ചയാണ്. കാരണം അവിടുന്ന് മോട്ടറിന്ന് വെള്ളം അടിച്ച് പമ്പ് ചെയ്യണ കാരണം ആ ഭാഗത്ത് കുഴി എടുത്തിട്ടുണ്ട് ഓൾറെഡി. നല്ല രസമാണ്. അത് ഡേഞ്ചർ വഴിയാട്ടാ. ഒരു മനുഷ്യല്ലേ ഈ വഴിയിൽ. ആനയുണ്ടോ ചാനിയുണ്ടോ അത് പറയാ. ഞങ്ങൾ അന്ന് രണ്ടുപേരായിട്ടാണ് വന്നത്. ഈ ഭാഗത്ത് ആനപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഇറങ്ങിയില്ലായിരുന്നു. അത് ഇവിടെ അല്ല, അപ്പുറത്തെ വഴിയിലായിരുന്നു. അവർ പിന്നെ ഈ മലകൾ താണ്ടി പോണ കാരണം അവർ കുഴപ്പമില്ല. ആരെ പുല്ല് കിട്ടുന്നുണ്ട് ബാക്കിയുള്ളവനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഓഫ്റോഡാ. അയ്യോ, നമ്മൾ പോണ മെയിൻ റോഡാണ് അത്. അപ്പുറത്തെ വഴി കൂടെ അത് എവിടേക്കാണ് പോണത് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ചീരക്കടവ് കൊണ്ട് റോഡിൽ വന്നിട്ട് കയറുന്നില്ലേ, ആ റോഡാണ് കാണുന്നത് അപ്പുറത്തെ സൈഡിൽ. അതിൻ്റെ ഓപ്പോസിറ്റ് വഴി നമ്മൾ പോയിക്കൊണ്ടിരിക്കണപ്പോൾ വണ്ടിയില്ലേ വെറുതെ നോക്കിയേ തോട്ട് കൊടുത്താൽ മതി. ഇവിടുത്തെ റിസോർട്ടാണ്. മരം കണ്ടില്ലേ? അത് ഞാൻ പറഞ്ഞ മക്കളെ, അട്ടപ്പാടി കാണാന്നുള്ളൊരു വരിക എത്ര പെട്ടെന്ന് കാണാൻ പറ്റും അത്ര പെട്ടെന്ന് കാണുക. ഒരുവിധം സ്ഥലങ്ങൾ ഇവിടെ ഇല്ലാതായി തുടങ്ങിയിട്ടുണ്ട്. എന്താ പ്രശ്നം അറിയൂ? കണ്ട ആ മല, കണ്ട മല അവിടെ കാണാല്ലേ? ഞാൻ ചേരാ കണ്ട ആ ഭാഗം ഇങ്ങനെ വളച്ച് മുകളിലുണ്ടായിരുന്ന ഒരു കുന്നിൻ്റെ ഒരു കൂമ്പാരുണ്ടായിരുന്നു. കട്ട് ചെയ്തവർ ഈ കേക്ക് മുറിക്കണ വലിയവന്മാർ മുറിച്ചോണ്ട് പോണത്. അത് കാര്യമില്ലേ, കാണുന്നുള്ളൊരു വരിക എത്രയും പെട്ടെന്ന് കാണുക വിഷയമാണ് ഭായ്. ഓ ഭയങ്കര വിഷയമായില്ല. ഇത് കണ്ട സാധനം മൊത്തം മൽബരിയാടാ. ഇത് കാണത്തോട്ടോ. ഈ സാധനം മറ്റേ ഇതിന് വേണ്ടിയിട്ട്, എന്തിനാ പട്ടുനൂല് കൃഷിക്ക് വേണ്ടിയിട്ട്. അവിടുത്തെ അറ്റത്തെ മലയുടെ മുകളിലൊക്കെ ആടുകൾ മേയുണ്ട്. ആടും പശുവൊക്കെ ആയിട്ട് ഫുള്ള് കാടാട്ടാ. അതൊക്കെ ചുറ്റും കാടാ. നോക്കി ഏരിയ കാടാ. എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് കഴിഞ്ഞ സാധനം റോഡ് കൂടെ നടന്നു പോയിട്ട് ശല്യമൊന്നുമില്ലേ. നടന്ന വഴി മൊത്തം പെണ്ണാണ്ട് വെച്ചിട്ടുണ്ട്. വേണ്ട ഇത് ചെടി വലുതായി. ഇതൊക്കെ ഇറത്ത് കമ്പിയാ.
ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 6 മണിക്ക് ശേഷം ഇവർ ഓണാക്കണമെന്ന് പറയും. മേ ബി പറയാൻ പറ്റില്ല, എപ്പോൾ വേണമെങ്കിൽ ഓണാക്കിയിടാം അവർ. ഇവിടെ താമസം കേട്ടോ ആൾക്കാർ പല കൊണ്ടടിച്ചിട്ട് വീട് ഇവിടെ താമസിക്കുന്നുണ്ട്. ജീപ്പൊക്കെ ഉണ്ട് അവർ. ഞാൻ എന്താ അവരെ കൃഷി സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട്. റോഡ് ഇതേ മഴ പെയ്തിട്ട് നാശമായിട്ടുള്ള റോഡ്. ആണാ ഞാൻ പറഞ്ഞില്ലേ, കോമാര് കിട്ടിയ സ്ഥലം മൊത്തം കോൺക്രീറ്റ് ചെയ്യും. ഒരു സ്ഥലം പോലെ വെറുതെ വിടില്ലേ. ആണ്ടാ അതിനുണ്ട് ഞാൻ പറഞ്ഞത്. അത് റിസോർട്ടാ കണ്ടില്ലേ, ഓരോ ഏരിയ ഇവര് നശിപ്പിക്കുക. മലകളൊന്നും ഇല്ലേ, കാണുമ്പോ സങ്കടാവുക. ഇതിന്റെ ടോപ്പ് മൊത്തം അത് നീലഗിരി കേട്ടാ, ഊട്ടിയ ഭാഗട്ടാ കാണുന്നത്. അറ്റത്ത് കാണാൻ ഏറ്റവും ടോപ്പ് കുന്നുകൾ, അതിൻ്റെ അറ്റത്ത് കാണുന്നത് ഫുള്ള് മറ്റേ കിന്നക്കര ഏരിയ ആണ് കാണുന്നത്. ഫസ്റ്റത്തല്ല അതിൻ്റെ ബാക്കിലത്തെ. ഇതിൽ കാണുന്നത് എനിക്കറിയില്ല. കുട്ടിലും വ്യൂ നരസിമുക്ക് അല്ല, നരസിമുക്ക് ഒന്ന് ശരിക്ക് നരസിമുക്ക് വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് എന്താ കാണുന്നത്? അറ്റത്ത് കാണണ്ട നരസിമുക്ക് വ്യൂ പോയിന്റ് കണ്ട. അവിടെ ഒക്കെ റിസോർട്ടോട്ടോ, കാണുന്നത് മൊത്തം റിസോർട്ടുകളാണ്. മൊത്തം ഈ വെട്ടി പിടിച്ചോണ്ട്. അപ്പോൾ നമ്മൾ പോകുന്നത് നരസിമുക്കിലേക്ക് കേട്ടോ. നരസിമുക്ക് ഞാൻ കാണിച്ചോട്ടോ വ്യൂ എങ്ങനെയാണെന്നുള്ളത്. അവിടെ പോണ വേറെ റൂട്ടോ. നമ്മൾ സാധാരണ മെയിൻ റോഡ് കൂടെ അല്ലേ വരുന്നത്, ഇതതിൻ്റെ വേറൊരു വശം. ഇതാണ് നരസിമുക്ക്. നല്ല കാറ്റുണ്ട് കേട്ടോ. 55 ഒന്നുമില്ല. ആദ്യം വണ്ടീനെ വിളി കയറ്റാൻ പറ്റായിരുന്നത്. അവിടെ ദിവസം വന്നു കഴിഞ്ഞാൽ ഗുണമെന്നറിയോ, ആൾക്കാരുണ്ടാവില്ല അധികം. ശനി ഞായറൊന്നും ഈ ഏരിയയിലേക്ക് വരാൻ പറ്റില്ലേ. ഇതാണ് നരസിമുക്ക് വ്യൂ പോയിന്റ് എന്ന് പറയണത്. ഞാൻ പറയുന്നത് കേൾക്കാണ്ടത് പോലെ എനിക്കറിയില്ലേ, അമ്മാര് കാറ്റടിക്കുന്നത്. ാണത് അതിൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ ആദ്യം കണ്ടില്ല. ആ പുറകിൽ കാണാൻ മഞ്ഞ് മൂടിയുള്ള മലകളില്ലേ മൊത്തം ഇതാട്ടാ നീലഗിരി പിന്നക്കര ഏരിയ വരുന്നത്. മഞ്ചൂര് ഇവിടുന്ന് അത്യാവശ്യം നടക്കാണ്ട്. മുകളിലൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, അതിനപ്പുറത്തേക്ക് പ്രവേശനം ഇല്ല എന്നാണ് പറയണത്. അത്യാവശ്യം കണ്ടിട്ടോ നല്ലപോലെ കാറ്റടിക്കുന്നുണ്ട്. കാറ്റ് പോയിട്ടാ നരസിമുക്ക് വ്യൂ പോയിന്റ്.
നമുക്കിൻ്റെ ടോപ്പിലാണ് നമ്മൾ നടക്കുന്നത്. അയ്യോ ആരുമില്ല, ഞാൻ മാത്രം. അത്യാവശ്യം നടക്കണ്ട മക്കളെ. ആ ബാധിക്ക് ഒരു ഒഴിവുണ്ട്. ഇതൊക്കെ ഈ പശുവിന് ആടിന് മേയ്ക്കാൻ വരുന്ന ആൾക്കാരാ മെയിനായിട്ട്. ഇതേ കാണുന്നു അടുത്ത സ്ഥലം കണ്ട ഈ കൂളിക്കടവ് അഗളി ഭാഗങ്ങളാണ് ഈ കാണുന്നത്. നമ്മളിപ്പോൾ ഞാൻ ഇപ്പോൾ കാണിച്ച സ്ഥലം. പിന്നെ പുറത്തേക്കൊന്നുമില്ലേ, ആൾക്കാർ ഇഷ്ടം പോലെ നടമാട്ടുണ്ട്. കാട്ടിലേക്ക് മന്ദിരിക്ക് പോകണമെന്ന് മാത്രം. നല്ല കാറ്റ്. നല്ല കാറ്റുണ്ട്. അപകട സാധ്യത ഇല്ല എന്ന് ഞാൻ പറയില്ല, പക്ഷെ മറ്റുള്ള സ്ഥലങ്ങൾ വെച്ച് നോക്കുമ്പോൾ കുറവാ. ഓഫ് റോഡ് ഓൾറെഡി റോഡ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ നശിച്ചതാ. ബ്ലൂ സിമ്പിളായിട്ട് വീണ് കഴിഞ്ഞാൽ കൊക്കയാ. നമ്മൾ വന്ന വഴിയത് മനസ്സിലായ രൂപം ശരിയാണെങ്കിൽ അവിടെ കേട്ടോ. ആ കാണാൻ കാറ്റടി പോലെ കണ്ടോ. നമ്മളതിൻ്റെ അടുത്ത് വ്യൂ ഉണ്ട്, വ്യൂ കണ്ടോ കേട്ടോ. നമ്മൾ വന്നത് ആ കാണുന്ന ബിൽഡിങ്ങിൻ്റെ അവിടെ നിന്നാട്ടോ. ആ വഴി അങ്ങനെ റൗണ്ട് ചെയ്തിട്ട് നമ്മൾ അതിന് റോഡുണ്ട്, അങ്ങനെ റൗണ്ട് ചെയ്തിട്ട് നമ്മൾ വന്നത്. നമ്മൾ ഇനി പോകുന്നത് ഈ റൂട്ടാണ്. ഇവിടുന്ന് അങ്ങനെ കയറിയിട്ട് അവിടെ ഒരു ഇതുണ്ട് അവിടേക്ക്. ശരിക്കും നമ്മൾ അതിന് റൂട്ട് വരുന്നുണ്ട്, ആ റോഡ് കൂടിയാണ് വരേണ്ടത്. മിസ്സായി തോന്നുന്നുണ്ട്. ഇത് നോക്കാം. എന്തൊരു സ്ഥലമല്ലേ നോക്കി നിങ്ങൾ. അട്ടപ്പാടിക്ക് ഇത്ര ഭംഗിയുണ്ട് എന്നുള്ളത്. അട്ടപ്പാടി എന്നല്ല, ഏത് സ്ഥലത്താണെങ്കിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാലും അതിൻ്റേതായ ഭംഗി കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളേരിയയിലേക്ക് തന്നെ പോകണം. അല്ലാതെ നമ്മളവിടെ കിടന്നാന്നിട്ട് യാതൊരു കാര്യമില്ല മക്കളെ. രക്ഷയില്ല. എവിടെയാണേ കൊണ്ട് തന്നെ. ആ വേറെ സാധനം തരാം. ഇതൊക്കെ തക്കാളി തോട്ടട്ടോ. കാണണ്ട, ഇതൊക്കെ തക്കാളിയാ. തക്കാളിയുണ്ട്, തക്കാളി ചൂടി. അതിൻ്റെ അപ്പുറത്തും തക്കാളി തന്നെയാ. തക്കാളി കൃഷി ഇത് പശുവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത്, വളർത്തുന്നവർ ഓൾറെഡി. ഭയങ്കരമായിട്ടുള്ള കൃഷി സ്ഥലത്തേക്ക് എത്തിയില്ല നമ്മൾ. അപ്പുറത്തേക്ക് റോഡില്ലേ. ഈ വഴി നേരെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചായ കുടിക്കുന്നൊരു സ്ഥലമില്ലേ, അവിടേക്ക് എത്തും. പക്ഷെ നമ്മൾ ഈ റോഡാണ് ഒന്ന് പോണത്. മുകളിൽ കൊണ്ട് കാണിച്ചു തരാം. കാറ്റാടി കണ്ടോ.
കാണണ പല്ലേട്ടാ. വലിപ്പം നോക്കി അതിന് ചോട്ടിൽ പേടിയാവുക. എങ്ങനെ എൻ്റെ ലീഫ് പറഞ്ഞത് ആയിരിക്കും കഴിഞ്ഞാൽ അവസാനിച്ച് ഇവിടെ പാറ പൊടിച്ചു താരി വഴിയുണ്ട്. അതാണ് മെയിൻ റോഡ്. അതിങ്ങനെ റൗണ്ട് ചെയ്തിട്ട് അതേ ഈ മലയില് ഇതിനപ്പുറം സൈഡിലേക്ക് എത്തും. ആ കാണുന്നില്ലേ അട്ടപ്പടിക്ക് ആർക്കും അങ്ങനെ അറിയാത്തൊരു വ്യൂ പോയിന്റ് ആട്ടാ. നിങ്ങളെപ്പോ വരുമ്പോഴും അവിടെ ഉണ്ടോ തട്ട് തട്ടായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. ആ വഴി നേരെ അവിടേക്ക് നമ്മൾ പോകുന്നുണ്ട്. പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ഞങ്ങളിവിടെ വന്നിട്ട് മഴ ഞങ്ങളിവിടെ നടന്നതാ ഒരു ദിവസം. നല്ല കാര്യമുണ്ട്. സ്പീഡ് കൂടി തോന്നുന്നുണ്ട്. ആളാ ഭയങ്കര നോക്കിയപ്പോൾ തല ഇറങ്ങുക. കാറ്റടിയുടെ കാറ്റിനാണോ ഇവിടെ കാറ്റടിക്കുന്നത്? അത് ഇവിടുത്തെ കാറ്റാണോ കാറ്റടിക്ക് ഇറങ്ങണമെന്നൊന്നും അറിയില്ലേ. അതേപോലെ കാറ്റടിക്കുന്നത് ശരിട്ടോ. ആനപ്പിണ്ണ കിടക്കണ നോക്കിയേ. ഫ്രഷാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നല്ല ആനയുടെ മണാളുണ്ട്. ഒന്നും ഞാൻ സീന ഇത് വലിയ പഴക്കില്ല കേട്ടോ. കണ്ടാ അത് ആനങ്ങനെ മത്സരിച്ച് പിണ്ടിട്ട് പോയിരിക്കുക. ഇവിടെ എവിടെ ഉണ്ട് തോന്നുന്നുണ്ട്. നോക്കി ഫ്രഷ് റോട്ടിൽ ആനയുണ്ടെന്ന് തോന്നുന്നുണ്ട്. ആന മറ്റേ കരിമ്പ് ചവിട്ടി വരിക്കാൻ പോലെ ചവിട്ടി വരിക്കും. പാട്ടി മേലെ ആന இருக்குதா? ஆனை இருக்குதா மேலே? இப்போ இருக்குமாங்க? காலையிலையா? ஓஹோ, அது எங்க நின்று இருக்கு இப்போ? அது எங்க இருக்குன்னு இந்த பதவியில் எப்படி தெரியும்? எங்க இருக்கிறது எப்படி இருக்கிறது தெரியாது. அந்த கல் எடுக்கிறோமா அந்த சைடு கிட்ட போக முடியுமா அப்போ? போகாது, பையங்காத வேலை எல்லாம் பையங்கா வந்துட்டு அப்படியே போகிறாங்க. ஓ எவ்வளோ ஆன போயிருக்குது? அந்த பக்கம் எவ்வளோ போயிருக்குதுன்னு தெரியல. ஓஹோ, പറഞ്ഞില്ലേ ആന പോണ്ട. അതിന് വലിയ കാലം പഴക്കില്ല. അത് രാവിലെ 6:30 പോയിട്ടുള്ളൂന്ന്. നാളെ അങ്ങോട്ട് പോയിണ്ടെന്ന്. ഇനി അപ്പുറ സൈഡിൽ എത്ര ഉണ്ടെന്ന് അറിയില്ല. എന്ന് ഫ്രഷ് നമ്മൾ നേരത്തെ കണ്ടില്ലേ? സെയിം പ്ലേസ് തന്നെ. കാളയുടെ വലിപ്പം നോക്കി. കിട്ടില്ല കാളകൾ 2 എണ്ണം.
ഉണ്ടാ നേരത്തെ ഇട്ടിരിക്കുക റിസോർട്ട്. അതൊരു കാറ്റാടി, അതൊരു കാറ്റാടി, അവിടെ 2 കാറ്റാടി. ഇത് ഓൾറെഡി ഞങ്ങൾ വന്നിട്ടുള്ളതാ. നമ്മൾ നിന്നില്ലേ ആ കാണേണ്ട കാറ്റാടിയാട്ടോ അത്. ആന ഇറങ്ങിയെന്ന് പറഞ്ഞത് അപ്പം ഉണ്ടിട്ട് അധികം നേരമായിട്ടില്ലേ. ആളെത്തിപ്പോൾ ആനയുടെ ഭയങ്കര സ്മെല്ല്. ജീവ കൊണ്ട് പോകുന്നത് അറിയാൻ പറ്റുള്ളൂ. ചിലപ്പോൾ തൊട്ടടുത്താവ് നിന്നിട്ട് പുല്ല് കഴിഞ്ഞിട്ടുണ്ടാവുക. നമ്മളാന ചില വൈബ് ചില്ല് തൊട്ട് കൊണ്ട് ചെല്ലു മറ്റേ പട്ട വലിച്ച് ചവിട്ടി വലിക്കണം എന്ത് വലിച്ചിരിക്കും. എന്തിനെൻ്റെ പോലെ കോറിയുടെ അപ്പുറത്തൊരു മലയുടെ അവിടെ വീടുകളുണ്ട് കേട്ടോ. അവിടെ തന്നെ അവർ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഈവനിങ് ചിലപ്പോൾ താഴത്തേക്ക് ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. ഈ ഏരിയ മൊത്തം മഞ്ഞുകൊണ്ട് മൂടിയിട്ടാ. നേരത്തെ നമ്മൾ കണ്ട സ്ഥലങ്ങളാ കണ്ടില്ലേ, മൊത്തം മൂടി. ഇവിടുന്ന് കണ്ട് വേറെ വഴിയില്ല കേട്ടോ, കഴിഞ്ഞു. കാള നോക്കിയേ, ജുമാഞ്ചി കാള മരണ സൈസ് നോക്കി. നല്ല ഭംഗിയുണ്ട് കാണാൻ. എൻ്റെ ഓണർ എന്തായാലും നല്ല ഭംഗിയിൽ നോക്കുന്നുണ്ടായിട്ടാണല്ലേ കിടിലം വ്യൂ. ആ കാണുന്നത് റിസോർട്ടാട്ടോ. എന്താ സ്ഥലമല്ലേ അവിടെ നിങ്ങൾ റൗണ്ട് ചെയ്തിട്ട്. അടിയെന്ന് പറഞ്ഞതാ, വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ നേരത്തെ അവിടെ നോക്കിയപ്പോൾ ഒരു റിസോർട്ട് കണ്ടില്ലേ, ആ റിസോർട്ടോടെ അത്. അവിടെ നോക്കിയപ്പോൾ കണ്ട കാറ്റാടികൾ 2 ഉണ്ടായിരുന്നു. കാണാറായി നേരത്തെ കണ്ടത്. നമ്മൾ വന്ന വഴിയുടെ ഓപ്പോസിറ്റാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പുറത്തുനിന്ന് നമ്മൾ കണ്ടില്ലേ, അത് നമ്മൾ പോയ കാറ്റാടിയായിരുന്നു. അത് വന്ന് അതിൻ്റെ അപ്പുറത്ത് തന്നെ കറങ്ങുന്ന ചിറക് മാത്രം കാണാം. നമ്മൾ വന്നത് ആ റൂട്ട് അങ്ങനെ ആ മലയാളം കൂടെ അതിൻ്റെ ടോപ്പ് കൂടി നമ്മൾ വന്നത്, അത് തന്നെ ഇറങ്ങിയിട്ട് വന്നത്. അപ്പം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ അവിടെ നോക്കിയപ്പോൾ കണ്ട സ്ഥലമാണ് ഇത്.